കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരിനിയോസ് സിറിയായിൽ ദേശാപതിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ ഏറെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം: വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഈ ക്രിസ്മസ് ദിനത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് കാരിസ്ഭവൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഒരു ക്ഷണമുണ്ട്. യേശു ആരാണെന്ന് അറിയുക, ക്രിസ്ത്യാനി ആരായിരിക്കണം എന്ന് അറിയുക. ഇതിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. ആരാണ് ക്രിസ്തു? ഇന്നത്തെ വായനകൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന നമ്മൾ പേരുകൊണ്ട് ക്രിസ്ത്യാനിയായ പോരാ, യഥാർത്ഥത്തിൽ ആരായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു 4 ഗണം ആളുകളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഒന്നാമത്തെ ഗണം ക്രിസ്മസ് അവഗണിച്ച് ജീവിക്കുന്നവർ. ഞാനതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നുമില്ല, എനിക്കതുമായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ ക്രിസ്മസ് അവഗണിച്ച് ഇഗ്നോർ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള വല്ലവരും ഉണ്ടോ എന്നറിയില്ല. രണ്ടാമതൊരു കൂട്ടരുണ്ട്, ക്രിസ്മസ് ആഘോഷമാക്കി മാറ്റും. ക്രിസ്മസിന് ഉറപ്പായിട്ട് നമ്മൾ ആഘോഷങ്ങൾ, അതിന് ഒരു കുറവും വരുത്തത്തില്ല. മൂന്നാമതൊരു കൂട്ടരുണ്ട്, ക്രിസ്മസ് എന്താണെന്ന് അറിഞ്ഞ് ജീവിക്കും. അറിവ് അവർക്കറിയാം, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ആ അറിവിൽ ജീവിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. നാലാമതൊരു ഗണമുണ്ട്, അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. ക്രിസ്തുവിൽ യേശുവിനെ കണ്ടുമുട്ടി ആ അനുഭവത്തിൽ ജീവിക്കുന്നവർ. ഇവിടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ് ക്രിസ്മസിൽ സംഭവിക്കേണ്ടത്. ഈ എൻകൗണ്ടർ, ദൈവത്തെ കണ്ടുമുട്ടുന്ന ആ ഒരു അനുഭവം, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ പല വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കും.
ദൈവത്തെ കണ്ടുമുട്ടിയ വ്യക്തികൾ, അവരുടെയൊക്കെ ജീവിതം മാറി. നമുക്ക് വേണമെങ്കിൽ പല ക്രിസ്മസ് കഴിഞ്ഞിട്ട് പഴയതുപോലെ ജീവിക്കാം. പല ആഘോഷം, ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞതിന് ശേഷവും പഴയതുപോലെ നമ്മുടെ ജീവിതശൈലി തുടങ്ങാം. വേണേ ആഗമനകാലം കഴിഞ്ഞു, ഇനി പഴയതിനേക്കാളൊക്കെ ഇച്ചിലൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ യേശു രക്ഷകൻ നമുക്കായി ജനിച്ചു, ആ രക്ഷകനിൽ ഞാൻ രക്ഷ കണ്ടെത്തി ജീവിക്കണം എന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി വേണ്ടവർക്ക് ജീവിക്കാം. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ബൈബിളിൽ പല ബൈബിൾ കഥാപാത്രങ്ങളും സാവൂൾ യേശുവിനെ കണ്ടുമുട്ടി, യേശുവിൻ്റെ എൻകൗണ്ടർ അവൻ്റെ ജീവിതത്തിലുണ്ടായി. എന്താ സംഭവിച്ചത്? പൗലോസായിട്ട് മാറി. ഇനി അതിൻ്റെ ഒരു തെളിവ് നമ്മൾ കാണുന്നുണ്ട്. ഫിലിപ്പിയർ 3-ാം അധ്യായം 8-9 വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്, ഞാൻ വിലപിടിപ്പുള്ളതായി കണ്ടിരുന്ന പലതും ഇന്ന് ഉച്ഛിഷ്ടമായി കാണുന്നു. കാരണം പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ ഞാൻ അറിഞ്ഞു. യേശുവിനെ അറിഞ്ഞതുകൊണ്ട് നേരത്തെ വിലപിടിപ്പുള്ളതായി കണ്ടിരുന്ന പലതും എനിക്ക് ഉച്ഛിഷ്ടം. ഇക്കണ്ട ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും യേശുവാണോ, ദൈവമാണോ, ആത്മീയ കാര്യങ്ങളാണോ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കുന്നത്? അതോ എവിടെയെങ്കിലും അതിനൊരു സ്ഥലം കണ്ട് അവിടെ തിരികെ കയറ്റിയിരിക്കുകയാണോ? ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത് യേശു, ദൈവിക കാര്യങ്ങൾ, സ്വർഗത്തിൽ പോകുന്ന കാര്യം. അവിടേക്കൊന്നും എത്തിയിട്ടില്ലാത്ത വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. സൂചിപ്പിക്കുന്നത് യേശുവുമായിട്ട് നടക്കേണ്ട ഈ എൻകൗണ്ടർ, യേശുവിനെ കണ്ടുമുട്ടി യേശു അനുഭവത്തിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് മഗ്ദലന മറിയം ഒരു കാലത്ത് 7 അശുദ്ധാത്മാക്കൾ അവളിലുണ്ടായിരുന്നത്. അതിനെ ഒഴിവാക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലൂക്ക 8-ാം അധ്യായം. ഒരിക്കൽ 7 അശുദ്ധാത്മാക്കളെ അവളിൽ നിന്നും പുറത്താക്കി. പിന്നീട് നമ്മൾ കാണുകയാണ് അവളുടെ ജീവിതം മാറി. അവളുടെ ജീവിതം മാറിയിട്ട് അത്ര തങ്കപ്പെട്ട ഒരു ജീവിതം നയിച്ചതുകൊണ്ടാണ് ഉത്ഥാനം ചെയ്ത കർത്താവ് ആദ്യമേ പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. ഇന്നത്തെ ചില മനോഭാവക്കാർ വേണേൽ അതേക്കുറിച്ചും കമൻ്റ് പറയും, ട്രോൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് പഴയ കണക്ഷൻ, അത് മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ അങ്ങോട്ട് ഓടിയത്. നമ്മൾ കാണുകയാണ് മറിയത്തിൻ്റെ ജീവിതം മാറി. പിന്നെ യേശുവിന് പഴയതല്ല, അവളുടെ പഴയ ജീവിതമല്ല പ്രധാനപ്പെട്ടത്, അവൾ ഇന്ന് ആരാണ്, അവൾ ഇന്ന് എങ്ങനെ ജീവിക്കുന്നു. അങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, മറ്റുള്ളവരെ കുറിച്ചാണേലും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു വ്യക്തി പത്രോസ്. അവൻ യേശുവിനെ തള്ളിപ്പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ലൂക്ക 22:62 വായിച്ചാൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. അവൻ മനംനൊന്ത് കരഞ്ഞു. ഹീ വെപ്റ്റ് ബിറ്റർലി. മനംനൊന്ത് കരഞ്ഞു. അതോടെ അവൻ്റെ ഇന്നലകൾ തീർന്നുപോയി. അവനെ തന്നെയാണ് അപ്പസ്തോലന്മാരുടെ തലവനായിട്ട് കർത്താവ് കാണുന്നത് എന്നുള്ളത് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതം നോക്കിയാലോ, ഒരു കാലത്ത് ജഡികനായി ജീവിച്ചവൻ, ആവേശത്തോടെ ജഡസുഖത്തിൽ മുഴുകിയിരുന്നവൻ. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതം മാറി. നമ്മൾ കാണുന്നുണ്ട് പലരും അതിനുശേഷം അവനെ പഴയ പ്രവൃത്തിയിലേക്ക് ക്ഷണിച്ചു. അവൻ പറഞ്ഞു, നോ, എനിക്ക് വരാൻ പറ്റില്ല. കാരണം പറഞ്ഞെന്താ, ഞാൻ പുതിയ അഗസ്റ്റിനാണ്. എനിക്ക് ദൈവത്തെ കണ്ടുമുട്ടി ഈ എൻകൗണ്ടർ ഉണ്ടായതുകൊണ്ട് അവന് പറയാൻ സാധിച്ച കാര്യം, ഞാൻ പുതിയ അഗസ്റ്റിനാണ്, എനിക്ക് വരാൻ പറ്റില്ല. ഇഷ്ടം പോലെ ക്ഷണം നല്ല സുന്ദരികളായ സ്ത്രീകളിൽ നിന്നൊക്കെ കിട്ടി. ജഡസുഖം അനുഭവിക്കാനുള്ള ഇൻവിറ്റേഷൻ അവന് കിട്ടിയതാണ്. പക്ഷെ അവൻ പറഞ്ഞ് എനിക്ക് വരാൻ പറ്റില്ല. കാരണം അവൻ്റെ ജീവിതം യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ കംപ്ലീറ്റ് മാറി. നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി പേര് കൗൺസിലിങ്ങിനോ കുമ്പസാരത്തിനോ ഷെയറിങ്ങിനോ ഒക്കെ വരുമ്പോഴാണേലും ഒത്തിരി പേര് പറയാറുള്ള കാര്യം, ഞാൻ കുടിക്കാറുണ്ട്, ഞാൻ ഫോൺ അഡിക്റ്റാണ്, എനിക്കത് കാണാതിരിക്കാൻ പറ്റിയല്ല, ഞാനിത് നിർത്താൻ പോവാന്നല്ല പറഞ്ഞേ,
ഇതെനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നോക്കിയേ, ദൈവത്തെ കണ്ടുമുട്ടിയ അനുഭവം ഉണ്ടോ? ഒന്നുമില്ല. കുറച്ച് ഇൻഫർമേഷനൊക്കെ, അതല്ലെങ്കിൽ ഒരു ഫാഷൻ പോലെ ഇടയ്ക്കൊന്ന് പോയി സംസാരിച്ചേക്കാം, ഇടയ്ക്ക് പള്ളിയിലൊന്ന് പോയേക്കാം. ജീവിതം മാറ്റാൻ വേണ്ടിയൊന്നുമല്ല, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അതല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. യേശുവിനെ കണ്ടുമുട്ടുന്ന അനുഭവം അതുണ്ടായാൽ ജീവിതം മാറിയിരിക്കും. ഈ ഒരു സന്ദേശമാണ് ഈ ബൈബിൾ കഥാപാത്രങ്ങളെല്ലാം നമുക്ക് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതൊരു കാര്യം, ഇന്നത്തെ സുവിശേഷഭാഗത്ത് നമ്മൾ കേട്ടു, സർവ്വജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്ത. ആരാണ് യേശു? എന്താണ് യേശു നൽകിയ സദ്വാർത്ത? നമുക്ക് ദുർവാർത്ത കേൾക്കേണ്ടി വന്നാലും നാം കുലുങ്ങാതിരിക്കാനുള്ള സദ്വാർത്തയാണ് യേശു ക്രിസ്തു. അവൻ സദ്വാർത്തയാണ്. എന്തിനാണ് ഈ സദ്വാർത്ത ദൈവം നമ്മളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ ദുർവാർത്ത ചിലപ്പോൾ കേൾക്കേണ്ടി വരും. പക്ഷെ അവിടെ കുലുങ്ങാതിരിക്കാൻ വേണ്ട സദ്വാർത്തയാണ് ഈ യേശു ക്രിസ്തു. ലൂക്ക 2:10 ആട്ടിടയർക്ക് ലഭിച്ച സന്ദേശം. ഇതവർ കേട്ടിട്ട് അവർ ഇറങ്ങിത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ബേത്ലഹേമിലേക്കുള്ള യാത്രയായിട്ട് മാറണം ആഗമനകാലം. ബേത്ലഹേമിലേക്ക് അവിടെ ചെന്ന് യേശുവിനെ കണ്ടുമുട്ടാൻ ആ എൻകൗണ്ടർ ഉണ്ടാകാനുള്ള യാത്ര, ഈ യാത്രയ്ക്ക് ഇച്ചിരി വിലയൊക്കെ കൊടുക്കേണ്ടി വരും, ത്യാഗമൊക്കെ എടുക്കേണ്ടി വരും. ഇതാണോ ആഗമനകാലത്ത് സംഭവിച്ചത് എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. ഇനി അങ്ങനെ വില കൊടുത്ത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്രിസ്മസ് ദിനത്തിൽ കർത്താവിനെ കണ്ടുമുട്ടും ഈ സദ്വാർത്ത നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. സങ്കീർത്തനം 112 7-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം നമ്മുടെ ചങ്കിൽ സ്ഥാനം പിടിക്കേണ്ട ഒരു സന്ദേശമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദുർവാർത്ത കേട്ടാലും കുലുങ്ങത്തില്ല, കാരണം ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. കർത്താവിൽ ആശ്രയിച്ച് യേശുവാകുന്ന സദ്വാർത്ത ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ ദുർവാർത്ത കേൾക്കട്ടെ. നാളെ വേണേൽ നമുക്ക് ക്യാൻസർ ആണെന്നുള്ള അറിവ് ലഭിച്ചത് വരും. നാളെ വേണമെങ്കിൽ നമ്മുടെ ഉറ്റവരോ ഉടയവരോ ആരെങ്കിലും മരിച്ചെന്ന വാർത്ത കേൾക്കേണ്ടി വരും. ഒരപ്പൻ്റെ കാര്യം പറഞ്ഞാണ്, മകള് ആത്മഹത്യ ചെയ്തു. അതിനുശേഷം അപ്പൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോലും ഇറങ്ങിയിട്ടില്ല. മരുന്ന് മേടിക്കാൻ ഒരു ഡോക്ടറെ കാണാൻ പോലും പോകത്തില്ല. ആരെങ്കിലും പോയിട്ട് വിവരം പറഞ്ഞ് മരുന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുവാണെങ്കിൽ കഴിച്ചെന്ന് വരും. എന്താ പറ്റിയേ? ഒരു ദുർവാർത്ത കേട്ടു, അതോടെ ജീവിതം വട്ടപൂജ്യമായി. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദുർവാർത്ത കേട്ടാലും കുലുങ്ങാതിരിക്കണമെങ്കിൽ ഈ സദ്വാർത്ത നമ്മുടെ ചങ്കിൽ സ്ഥാനം പിടിക്കണം. നമുക്ക് വേണ്ടി വന്ന രക്ഷകനാണ് യേശു, സമാധാനത്തിൻ്റെ രാജാവാണ് ഈ യേശു എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞ് ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധ്യമായി കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം സുരക്ഷിതരായിട്ട് മാറും. ആ ഒരു സുരക്ഷിതത്വം അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നാം ക്രിസ്ത്യാനികളാണ്, ദൈവമക്കൾ. ക്രിസ്റ്റഫർ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ക്രിസ്തു വാഹകൻ, ക്രിസ്തുവിനെ വഹിക്കുന്ന വ്യക്തിയായി മാറണം. അതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം. വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് ഉള്ളിലുള്ളവർ ക്രിസ്തുവിനുള്ളവരാണ്. അവർക്ക് ക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടാകും, ക്രിസ്തുവിൻ്റേതുപോലെ ശക്തമായ ഒരു വ്യക്തിത്വം ഉണ്ടാകും. ഇതൊക്കെയാണ് ഇവിടെ സൗന്ദര്യം വർദ്ധിക്കുന്നതിനേക്കാൾ, സമ്പത്ത് വർദ്ധിക്കുന്നതിനേക്കാളൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ക്രിസ്മസും ഈസ്റ്ററും അങ്ങനെയുള്ള സെലിബ്രേഷൻസൊക്കെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി മാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മത്തായി 11:28 വായിച്ചാൽ, അധ്വാനിക്കുന്നവരെ എൻ്റെ പക്കലേക്ക് വാ, നിങ്ങൾക്ക് അധ്വാനവും ഭാരവും ക്ഷീണവും രോഗവും ജീവിത പ്രശ്നങ്ങളും ഉള്ളപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് കരയാനല്ല പറഞ്ഞത്,
നിങ്ങൾ എഴുന്നേറ്റ് എൻ്റെ പക്കലേക്ക് വരിക. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക? പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. പ്രാർത്ഥിക്കാൻ, ദൈവത്തിൻ്റെ സഹായം തേടാൻ തയ്യാറാവുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെന്ന് തെളിയിക്കുക. നിനക്ക് ആശ്വാസം ലഭിക്കും. ഇരുന്ന് കരഞ്ഞതിൻ്റെ പേരിൽ എത്ര പേർക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്? ഓടി നടന്ന് കുറ്റപ്പെടുത്തിയതിൻ്റെ പേരിൽ എത്ര പേർക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്? ഓടിപ്പോയി പുതപ്പിട്ട് മൂടി അതിനകത്ത് കിടന്ന് കരഞ്ഞതിൻ്റെ പേരിൽ, ഡിപ്രഷൻ അടിച്ചതിൻ്റെ പേരിൽ എത്ര പേർക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്? ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ കർത്താവിലേക്ക് തിരിഞ്ഞവർ, നിങ്ങൾ ആ 1 സാമുവേൽ 1-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ ഹന്നായെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൾ ചെയ്തൊരു കാര്യം, അവള് ദേവാലയത്തിലേക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് അവളുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും അവൾ ഇറക്കി വെച്ചു. ഓക്കെ, അതുവരെ കിട്ടാതെ പോയ സന്താനഭാഗ്യം കിട്ടി. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധിയോടെയാണെന്ന് കൃത്യമായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവചനത്തിലുണ്ട്. ബൈബിൾ കഥാപാത്രങ്ങൾ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറായാൽ മാത്രം മതി. വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ പക്കലേക്ക് വരിക, എന്നിട്ട് എൻ്റെ അടുക്കലിരുന്ന് പഠിക്കണം. എത്ര പേര് ഇതിന് മനസ്സ് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ധ്യാനത്തിന് വന്നാലും കൺവെൻഷന് പോയാലും പ്രാർത്ഥിക്കാനിരുന്നാലും, കർത്താവേ എൻ്റെ ഈ കാര്യം ഒന്ന് നടത്തി തരണേ, എൻ്റെ ആവശ്യം നടത്തി തരണമേ. ഇരുന്ന് പഠിക്കാൻ, ദൈവം എന്താ പറയുന്നത് കേൾക്കാനായിട്ട് ഒരല്പസമയം നിശബ്ദത പോലും പാലിക്കത്തില്ല. വലിയവായി പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ആവശ്യങ്ങൾ. കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം ഇതാണ്, എൻ്റെ അടുക്കലിരുന്ന് എന്നിൽ നിന്നും പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നമ്മുടെ ഈ കാര്യം നടക്കാൻ കാലതാമസം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥനയിൽ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഇരുന്നൊന്ന് കേൾക്കാൻ നമ്മൾ സന്നദ്ധരാകുന്നില്ല. പ്രാർത്ഥനയിൽ വളരാൻ നമ്മൾ സന്നദ്ധരാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ പോലും കാലതാമസം വരുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. യേശുവിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പാപത്തിന് പരിഹാരമായിരിക്കുന്നു. നമ്മുടെ പാപം അസാധുവായി മാറി. അതിനാണ് യേശു ജനിച്ചത്. 1 തീമോത്തി 1-ാം അധ്യായം 15-ാമത്തെ വചനം പറയുന്നത് എന്താ? യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. ആദ്യമായിട്ട് നമ്മുടെ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് വച്ചിരിക്കുന്നതാണ് പാപികളെ രക്ഷിക്കാൻ. യോഹന്നാൻ 1:29 സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത എന്നിട്ട് പറഞ്ഞൊരു കാര്യം എല്ലാ ദിവസവും കുർബാനയിൽ നമ്മൾ കേൾക്കുന്ന ഇതാ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞൊരു കാര്യം, യേശുവിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം. ഇവിടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വന്നവൻ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1 പത്രോസ് 2-ാം അധ്യായം 24-ാമത്തെ വചനം വായിച്ചാൽ, നിനക്ക് മുറിവേറ്റിട്ടുണ്ടോ? ആന്തരിക മുറിവുണ്ടോ? അതിന് പരിഹാരമായി. ആ പരിഹാരമാണ് യേശു ക്രിസ്തു. നീ രോഗിയാണോ? അതിന് പരിഹാരമുണ്ട്. ആ പരിഹാരമാണ് യേശു ക്രിസ്തു. അവൻ നമുക്ക് വേണ്ടി മുറിവേറ്റ് നമ്മുടെ മുറിവുണക്കി അവൻ നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ദിനത്തിൽ ഈ അറിവ് നമ്മൾ സമ്പാദിക്കണം. ഈ അനുഭവം നമുക്കുണ്ടാകണം. ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇനിയെങ്കിലും മുമ്പോട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇതുവരെ നമ്മുടെ കാര്യം നടന്നിട്ടില്ലേ? ഈ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറവേറുകയാണെങ്കിൽ എന്തു വന്നാലും പ്രത്യാശയുള്ളവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതിനെല്ലാം ഉപരിയായിട്ട് രക്ഷ അവനിൽ മാത്രം. ഒരു കാര്യം കത്തോലിക്കാ സഭയും പഠിപ്പിക്കുന്നുണ്ട്. രക്ഷ കത്തോലിക്കാ സഭയുടെ പുറത്തുണ്ട് കേട്ടോ. പലരുടെയും ഒരു സംശയം, ഞാനൊരു എപ്പിസോഡിനകത്തുണ്ട്, അബോർഷനായ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുമോ? കാരണം യോഹന്നാൻ 3-ൽ നമ്മൾ കാണുക, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ഇവർക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അങ്ങനെയൊരു സംശയം. സഭ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ?
ആ കുഞ്ഞുങ്ങൾ, അതുകൊണ്ടാണ് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ഉടനെ വരുന്നുണ്ട്. ഈ കുഞ്ഞിപ്പൈതങ്ങൾ സ്വർഗത്തിലെത്തി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ആ തിരുനാൾ. കർത്താവിന് അങ്ങനെയുള്ളവരെ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് സ്വർഗത്തിലേക്ക് ആനയിക്കാൻ പറ്റും. രണ്ടാമതൊരു കാര്യം, ഈ കത്തോലിക്ക സഭയ്ക്ക് പുറത്തും രക്ഷയുണ്ട് എന്ന് സഭ തന്നെ പഠിപ്പിക്കുന്നു. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: തൻ്റേതായ കാരണത്താലല്ലാതെ ആരെങ്കിലും യേശുവിനെ അറിയാതെ പോവുകയും എന്നാൽ അവരുടെ മനസാക്ഷിക്കനുസരിച്ച് നല്ല ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവർക്കും സ്വർഗം കൊടുക്കാൻ ദൈവത്തിന് പറ്റും. എന്താണ്? ലോകം മുഴുവന് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ, രക്ഷയുടെ സദ്വാർത്തയായിട്ടാണ് യേശു വന്നിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഈ സന്ദേശം കേട്ടുപോയാൽ പോരാ, ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം, അത് ഹൃദയത്തിൽ ഉറപ്പിക്കണം, അത് അനുദിനം ജീവിക്കണം. അങ്ങനെയുള്ളവർ യേശുവിൽ രക്ഷ പ്രാപിക്കും. വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായിട്ട് നമ്മൾ കാണുന്നതാണ് യേശു ക്രിസ്തു. കാരണം പ്രവചനങ്ങളുടെ പ്രവചനമാണ് ഇമ്മാനുവൽ പ്രവചനം. അതാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും എത്തി അത് അനുദിനം ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.